സോ നമുക്ക് കുറച്ച് നേരം ഈ ബൈനറി ഫയൽസും CSV ഫയൽസ് ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ചോദ്യങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോഗ്രാം ബൈനറി ഫയലിൻ്റെയാണ്. ഇതിൽ ബൈനറി ഫയലിൻ്റെ പേര് പാസഞ്ചേഴ്സ് ഡോട്ട് ഡാറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാം പാസഞ്ചേഴ്സ് ഡോട്ട് ഡാറ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഓരോ റെക്കോർഡ് ലിസ്റ്റ് ഫോർമാറ്റിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വൺ ആഫ്റ്റർ അനദർ സ്റ്റോർ ചെയ്യുന്ന റെക്കോർഡ്സ് ആണ്. സോ ഓരോ ഇൻഡിപെൻഡൻറ്റ് റെക്കോർഡിൽ പാസഞ്ചേഴ്സിൻ്റെ എത്ര ഡീറ്റെയിൽസ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ 5 എലിമെന്റ്സ് ഉണ്ടാവും ലിസ്റ്റ് ഫോർമാറ്റിൽ. ഓരോ റെക്കോർഡിൽ പാസഞ്ചറിന്റെ റെക്കോർഡിൽ 5 എലിമെന്റ്സ് ഉണ്ടാവും. ഫസ്റ്റ് എലിമെന്റ് പാസഞ്ചറിന്റെ നമ്പർ ആണ്. പാസഞ്ചർ നെയിം ഇസ് എ സെക്കൻഡ് എലിമെന്റൽ വാല്യൂ. തേർഡ് ബോർഡിംഗ് സ്റ്റേഷൻ, ദാറ്റ് ഈസ് സോഴ്സ്. ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ, എവിടെയും വരെ. ദെൻ ഫെയർ ഓഫ് ദറ്റ് പെർട്ടിക്കുലർ ജേർണി. അപ്പം PNR എന്ന് പറയുമ്പോൾ പാസഞ്ചർ നമ്പർ ആണ്. അത് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആണ്. രണ്ടാമത്തെ എലിമെന്റൽ വാല്യൂ നെയിം ആൾസോ സ്ട്രിംഗ് ആണ്. മൂന്നാമത്തത് സ്ട്രിംഗ് ആണ്. നാലാമത്തത് സ്ട്രിംഗ് ആണ്. ഫെയർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൽ ഡെസിമൽ പോയിന്റ്സ് ഉണ്ടാകുമോ എന്ന് ഉള്ളത് കൊണ്ട് അത് ഫ്ലോട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ബൈനറി ഫയലിന്റെ ഉള്ളിൽ n നമ്പർ ഓഫ് റെക്കോർഡ്സ് ലിസ്റ്റ് ഫോർമാറ്റിൽ വൺ ആഫ്റ്റർ അനദർ ഇൻഡിപെൻഡന്റ്ലി സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ചോദ്യം എന്താണ്? റൈറ്റ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ സെർച്ച് ഡെസ്റ്റിനേഷൻ. ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. പേര് സെർച്ച് ഡെസ്റ്റിനേഷൻ ആണ്. ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമ്മൾ ഒരു ആർഗ്യുമെന്റ് ആണ് അയക്കേണ്ടത്. വിളിക്കുന്ന സമയത്ത് എന്താണ് ആർഗ്യുമെന്റ്? ഡെസ്റ്റിനേഷൻ വാല്യൂ അയക്കുമ്പോൾ കറക്റ്റ് നമ്മൾ ഈ സെർച്ച് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷനെ എന്ത് ഡെസ്റ്റിനേഷൻ ആണ് ആർഗ്യുമെന്റ് ആയിട്ട് അയക്കുന്നത്, ആ ഡെസ്റ്റിനേഷൻ വാല്യൂ മാച്ച് ആവുന്ന റെക്കോർഡ്സ് മാത്രം ബൈനറി ഫയലിൽ നിന്ന് കാണിച്ചാൽ മതി കേട്ടോ. അതാണ് പ്രോഗ്രാം. ഞാനിപ്പോൾ ഫുൾ പ്രോഗ്രാം ചെയ്തിട്ടാണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. പബ്ലിക് എക്സാമിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ആകെ ഈ സെർച്ച് ഡെസ്റ്റിനേഷൻ ഫംഗ്ഷന്റെ ബോഡി മാത്രം നമുക്ക് റെപ്രസെന്റ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം പിക്കിൽ മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ദെൻ മെയിൻ ബ്ലോക്കിലേക്ക് പോകുമ്പോൾ മെയിൻ ബ്ലോക്കിന്റെ ഉള്ളിൽ ആദ്യം വിളിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ബൈ നെയിം ആഡ് റെക്കോർഡ്സ്. ഞാൻ ഫുൾ പ്രോഗ്രാം ചെയ്യുന്നു കേട്ടോ. ആക്ച്വലി നമുക്ക് പബ്ലിക് എക്സാമിൽ ചോദ്യം വരുമ്പോൾ എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് അവർ ഡിഫൈൻ ചെയ്യാൻ പറയുന്നത്, ആ ഫംഗ്ഷൻസ് മാത്രം ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മതി. ബട്ട് സ്റ്റിൽ ഐ എം ഡൂയിങ് ദ ഫുൾ പ്രോഗ്രാം. ആഡ് റെക്കോർഡ്സ് ഫംഗ്ഷൻ വിളിച്ചു. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ആഡ് റെക്കോർഡ്സ്? ഈ ഫംഗ്ഷന്റെ ബോഡി എന്തായിരിക്കണം? ആ പെർട്ടിക്കുലർ പാസഞ്ചേഴ്സ് ഡോട്ട് ഡാറ്റ് എന്ന് പറയുന്ന ബൈനറി ഫയലിനെ റൈറ്റ് മോഡിൽ തുറക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ്, ഇറ്റ്സ് കണ്ടന്റ്സ് വിൽ ബി ഓവർ റിട്ടൺ ബിക്കോസ് ഐ എം ഓപ്പണിംഗ് ദ പെർട്ടിക്കുലർ ഫയൽ ഇൻ റൈറ്റ് മോഡ്. റൈറ്റ് മോഡ് എന്ന് പറയുമ്പോൾ ആ ഫയൽ ആൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ then the same file will be opened in overwriting mode. If it is not existing, then it will be created. ഈ റെഫറൻസസ് ഒക്കെ നമ്മൾ F വേരിയബിളിലേക്ക് എത്തിക്കുന്നു. പിന്നെ യൂസറിനോട് ചോദിക്കുന്നു how many records do you want to write independently one after another into the binary file. സോ അത്ര നമ്പർ ഓഫ് ടൈംസ് ഓരോ റെക്കോർഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി n നമ്പർ ഓഫ് റെക്കോർഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഫോർ ലൂപ്പിന്റെ സഹായമാണ് നമ്മൾ തേടുന്നത്. ഫോർ ലൂപ്പിന്റെ ബോഡിയിൽ എന്തായിരിക്കണം? ഓരോ ഇറ്ററേഷനിൽ ഓരോ ഇൻഡിപെൻഡന്റ് റെക്കോർഡ് ജനറേറ്റ് ചെയ്ത് കയ്യോടെ കൊണ്ടുപോയി നമ്മൾ ബൈനറി ഫയലിൽ റൈറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ റെക്കോർഡിൽ എത്ര എലിമെന്റൽ വാല്യൂസ് ഉണ്ടാവും? 5 എലിമെന്റൽ വാല്യൂസ് ഉള്ളതിനാൽ യൂസറിൽ നിന്ന് 5 ഇൻപുട്ട് വാല്യൂസ് 5 വേരിയബിൾസിലേക്ക് നമ്മൾ എത്തിക്കണം. ആദ്യത്തെ നമുക്കറിയാം ആ റെക്കോർഡിൽ ഫസ്റ്റ് എലിമെന്റൽ വാല്യൂ എന്താണ്? പാസഞ്ചർ നമ്പർ ഇൻപുട്ട് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്ത് ഈ വേരിയബിളിലേക്ക് PN വേരിയബിളിലേക്ക് നെയിം ഓഫ് ദി പാസഞ്ചർ, ബോർഡിംഗ് സ്റ്റേഷൻ, ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ, ദെൻ ഫെയർ ഓഫ് ദി പെർട്ടിക്കുലർ ജേർണി. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഈ 5 എലിമെന്റ്സ്, ഓരോ റെക്കോർഡിൽ 5 എലിമെന്റ്സ് ഉള്ളതിനാൽ 5 ഇൻപുട്ട് വാല്യൂസ് 5 വേരിയബിൾസിലേക്ക് യൂസറിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്? അത് ലിസ്റ്റ് ഫോർമാറ്റിൽ ഒരു റെക്കോർഡാക്കി ഇൻഡിപെൻഡന്റ് റെക്കോർഡാക്കി അത് L വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. സോ വാട്ട് ഈസ് ഇൻസൈഡ് L വേരിയബിൾ? ഇറ്റ്സ് എ ലിസ്റ്റ് റെക്കോർഡ്. ഓക്കെ, ഒറ്റ ഇൻഡിപെൻഡന്റ് ലിസ്റ്റ് റെക്കോർഡാണ് L വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫോർ ലൂപ്പിന്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്? പിക്കിൽ മോഡ്യൂളിന്റെ ഉള്ളിലുള്ള ഡംപ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അതിന് 2 ആർഗ്യുമെന്റ്സ് ആണ് അയക്കേണ്ടത്. ഫസ്റ്റ് ആർഗ്യുമെന്റ് ഇൻഫർമേഷൻ വേരിയബിൾ, റെക്കോർഡ് വേരിയബിൾ L ആണ്. സെക്കൻഡ് ആർഗ്യുമെന്റ് എന്താണ്? ഫയൽ ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത, റെഫറൻസസ് ഒക്കെ സ്റ്റോർ ചെയ്ത ഫയൽ കണക്ടിവിറ്റി വേരിയബിൾ F ആണ്. സോ ഈ ഫോർ ലൂപ്പ് n നമ്പർ ഓഫ് ടൈംസ് കറങ്ങുമ്പോൾ ഓരോ ഇറ്ററേഷനിൽ ഓരോ ഇൻഡിപെൻഡന്റ് റെക്കോർഡ് ജനറേറ്റ് ചെയ്ത് കയ്യോടെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദി ഫോർ ലൂപ്പ് എന്താണ്? ബൈനറി ഫയലിലേക്ക് ഡംപ് ചെയ്യുന്നു. ദെൻ മെയിൻ ബ്ലോക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ മെയിൻ ബ്ലോക്കിൽ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസറിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷൻ വാല്യൂ ഇൻപുട്ട് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തു. ഏത് വേരിയബിളിലേക്ക് ആക്സെപ്റ്റ് ചെയ്തു? ഗ്ലോബൽ വേരിയബിൾ ഡിയിലേക്ക് ആക്സെപ്റ്റ് ചെയ്തു. ഇറ്റ്സ് ഓക്കെ. ദെൻ നെക്സ്റ്റ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ സെർച്ച് ഡെസ്റ്റിനേഷനെ വിളിക്കുമ്പോൾ D വേരിയബിൾ ആണ് അതിന് ആർഗ്യുമെന്റ് ആയിട്ട് ഏൽപ്പിക്കുന്നത്. സോ മെയിൻ ബ്ലോക്കിന്റെ ഉള്ളിൽ ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്ത് ഏൽപ്പിക്കുന്ന ആ ലിസ്റ്റ് ഓഫ് വേരിയബിൾസിനെ നമ്മൾ എങ്ങനെ വിളിക്കും? ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. ഇവിടെ ഒരൊറ്റ ആക്ച്വൽ ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ. D എന്ന് പറയുന്നത് എന്താണ്? സ്ട്രിംഗ് വേരിയബിൾ, ഇമ്മ്യൂട്ടബിൾ ഗ്ലോബൽ വേരിയബിൾ ആയതിനാൽ D വേരിയബിളിന്റെ വാല്യൂ ആ യൂസർ ഡിഫൈൻ ഫംഗ്ഷന്റെ ഈ ഫസ്റ്റ് ലൈൻ ഓഫ് ദി യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് F കീവേഡ് തന്നെ നമുക്ക് ഫംഗ്ഷൻ ഹെഡറിനെ വിളിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ വിളിക്കുന്ന സമയത്ത് D വേരിയബിളിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഡെസ്റ്റിനേഷൻ
വാല്യൂ ഉണ്ടാവും, സ്ട്രിംഗ് വാല്യൂ ഉണ്ടാവും. അത് നമ്മൾ ഫോർമൽ പാരാമീറ്റർ ഡിയിലേക്ക് എത്തിക്കുന്നു. യൂസർ ഡിഫൈൻ ഫംഗ്ഷന്റെ സ്വന്തം വേരിയബിളായ ഡിയിലേക്ക് നമ്മൾ എത്തിക്കുന്നു. സോ ഡി ഈസ് ദ ഫോർമൽ പാരാമീറ്റർ. ഓക്കെ, ദെൻ അതിന്റെ ബോഡി എന്താണ്? അതേ ഫയലിനെ നമ്മൾ റീഡ് മോഡിൽ തുറക്കുന്നു. ദെൻ ഫൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിനെ ഫോൾസ് കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്തു. വാട്ട് ഈസ് ദ പേർപ്പസ് എന്ന് ചോദിച്ചാൽ, നീ അയച്ചിരിക്കുന്ന ആ ഡെസ്റ്റിനേഷൻ വാല്യൂയിൽ മാച്ച് ആവാത്ത റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ, നീ അയച്ച വാല്യൂയുടെ മാച്ചിങ് ഉള്ള ഒരു റെക്കോർഡും ബൈനറി ഫയലിൽ കണ്ടെത്തിയില്ലെങ്കിൽ എന്തായി? സെർച്ച് ഓപ്പറേഷൻ ഫെയില്യൂർ ആയല്ലേ? അപ്പോൾ ചില സമയങ്ങളിൽ ഉള്ള വാല്യൂ ആണെങ്കിൽ സെർച്ച് ഓപ്പറേഷൻ സക്സസ് ആവും. ഇല്ലാത്തൊരു ഡെസ്റ്റിനേഷൻ വാല്യൂ നീ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോർമൽ പാരാമീറ്ററിലേക്ക് സെർച്ച് ഓപ്പറേഷൻ ഫെയില്യൂർ ആവും. ഈ രണ്ട് ഇൻസ്റ്റൻസസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഫൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിന് തുടക്കത്തിൽ ഫോൾസ് കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ ട്രൈ ബ്ലോക്കിന്റെ ഉള്ളിൽ വൈൽ ട്രൂ എന്ന് പറയുമ്പോൾ ഇത് ഈ വൈൽ ലൂപ്പ് ഒരിക്കലും ടെർമിനേറ്റ് ആവില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എൻ ഇൻഫിനൈറ്റ് ലൂപ്പ്. ഇതിന്റെ ഉള്ളിൽ ബോഡി എന്താണ്? വൈൽ ലൂപ്പിന്റെ ഉള്ളിലുള്ള ബോഡി ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്? ഫസ്റ്റ് റെക്കോർഡ് ബൈനറി ഫയലിൽ നെക്സ്റ്റ് വേരിയബിളിലേക്ക് എത്തിച്ചു ഫസ്റ്റ് ഇറ്ററേഷനിൽ. ആ ഫസ്റ്റ് എത്തിയ റെക്കോർഡിന്റെ ഫോർത്ത് എലിമെന്റൽ വാല്യൂ എന്താണ്? ഡെസ്റ്റിനേഷൻ വാല്യൂ. ആ ഡെസ്റ്റിനേഷൻ വാല്യൂ, നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ വാല്യൂ ഏത് വേരിയബിളിലേക്കാണ് ഇൻപുട്ട് ആയിട്ട് നമ്മൾ ഇപ്പോൾ അയച്ച് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഡി വേരിയബിൾ. സോ സെർച്ച് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ വാല്യൂ ഡിന്റെ ഉള്ളിലുണ്ട്. കറന്റ് റെക്കോർഡിന്റെ ഡെസ്റ്റിനേഷൻ വാല്യൂ ഈക്വൽ ആണെങ്കിൽ ദിസ് ഈസ് ദ റെക്കോർഡ് വിച്ച് ഈസ് മാച്ചിങ് ദ യൂസേഴ്സ് പ്രിഫറൻസ്. അപ്പോൾ തന്നെ ഇതിന്റെ ബോഡി എന്താണ്? ഔട്ട്പുട്ട് ആയിട്ട് കാണിച്ചു കൊടുത്തു. കണ്ടുപിടിച്ചത് കൊണ്ട്, സക്സസ് ആയതുകൊണ്ട്, സെർച്ച് ഓപ്പറേഷൻ സക്സസ് ആയതുകൊണ്ട് ഫൗണ്ട് വേരിയബിളിനെ എത്ര ഇനീഷ്യലൈസ് ചെയ്യുന്നു? ട്രൂ ഇനീഷ്യലൈസ് ചെയ്യുന്നു. തുടക്കത്തിൽ ഫൗണ്ടിനെ എത്ര ഇനീഷ്യലൈസ് ചെയ്തു? ഫാൾസ് അല്ലേ? സോ സെർച്ച് ഓപ്പറേഷൻ സക്സസ് ആണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ മാച്ചായ റെക്കോർഡ് കിട്ടിയാൽ സെർച്ച് ഓപ്പറേഷൻ സക്സസ് ആണ്. അപ്പോൾ തന്നെ ഫൗണ്ട് വേരിയബിൾ ട്രൂ ആക്കിയതുകൊണ്ട് ഓക്കെ. അതേ മാച്ച് ആയില്ലെങ്കിൽ എന്താവും? ഓൾവേസ് ഫൗണ്ട് വേരിയബിൾ വിൽ ബി ഫാൾസ് ഇറ്റ് സെൽഫ്. പിന്നെ ഈ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ലോഡ് ഫംഗ്ഷൻ എന്താവും? ഫെയിൽ ആവും. അപ്പോൾ ലോഡ് ഫംഗ്ഷൻ ഫെയിൽ ആവുമ്പോൾ അത് ജനറേറ്റ് ചെയ്യുന്ന എററിന്റെ പേരെന്താണ്? EOF എറർ. അപ്പോൾ EOF എററിലേക്ക് വരും. ഫൗണ്ട് വേരിയബിളിന്റെ ഉള്ളിലുള്ള വാല്യൂ ചെക്ക് ചെയ്യും. ഫൗണ്ട് സ്റ്റിൽ ഫാൾസ് ആണെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ മാച്ച് ആവുന്ന ഒരു റെക്കോർഡും ബൈനറി ഫയലിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇറ്റ്സ് ഓക്കെ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോഗ്രാം. And let me move to the second program. Once again, second program is also a binary file. ആ ബൈനറി ഫയലിന്റെ പേര് എന്താണ്? employee.dat ആണ്. ഇതിന്റെ ഉള്ളിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? n number of ഇൻഡിപെൻഡന്റ് എംപ്ലോയി റെക്കോർഡ്സ് ലിസ്റ്റ് ഫോർമാറ്റിൽ വൺ ആഫ്റ്റർ അനദർ ബൈനറി ഫയലിലേക്ക് റൈറ്റ് ചെയ്ത് വീണ്ടും അതേ ബൈനറി ഫയൽ റീഡ് മോഡിൽ തുറന്ന് അതിന്റെ ഉള്ളിൽ എല്ലാ റെക്കോർഡ്സ് ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കാൻ പാടില്ല. ആരുടെ ഡിപ്പാർട്ട്മെന്റൽ വാല്യൂ IT ആകുന്നോ അവരുടെ ഇൻഫർമേഷൻ മാത്രം. സെർച്ച് ഓപ്പറേഷൻ അല്ല, ഇത് അപ്ഡേറ്റ് ഓപ്പറേഷൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ബൈനറി ഫയൽ റീഡ് മോഡിൽ തുറക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തൊക്കെ റെക്കോർഡ്സിന്റെ ഡിപ്പാർട്ട്മെന്റൽ വാല്യൂ IT ആകുന്നോ ആ റെക്കോർഡ്സ് മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ ആ പെർട്ടിക്കുലർ IT ഡിപ്പാർട്ട്മെന്റ് മാച്ച് ആവുന്ന റെക്കോർഡ്സിന്റെ എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? സാലറി എലിമെന്റൽ വാല്യൂ ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ടു ദിസ് പെർട്ടിക്കുലർ വാല്യൂ. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈനറി ഫയലിന് ആദ്യത്തെ സ്റ്റെപ്പിൽ അപ്ഡേറ്റ് ഓപ്പറേഷൻ ലോജിക് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ബൈനറി ഫയലിനെ റീഡ് മോഡിൽ തുറക്കുന്നു. റെക്കോർഡ് ബൈ റെക്കോർഡ് റീഡ് ചെയ്യുന്നു. അതിന്റെ ഡിപ്പാർട്ട്മെന്റൽ വാല്യൂ IT ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. IT ആണെങ്കിൽ അവന്റെ സാലറി ഈ പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു. ചെയ്ത റെക്കോർഡ് കൊണ്ടുപോയി ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും? ഒരു മെയിൻ ലിസ്റ്റിന്റെ ഉള്ളിൽ ഗ്യാദർ ചെയ്യും. അങ്ങനെ നമ്മൾ ഈ ബൈനറി ഫയലിൽ റെക്കോർഡ് ബൈ റെക്കോർഡ് റീഡ് ചെയ്ത് IT ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ മാത്രമേ ആ റെക്കോർഡിന്റെ സാലറി അപ്ഡേറ്റ് ചെയ്ത് ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം? ഒരു മെയിൻ ലിസ്റ്റിന്റെ കയ്യിൽ അപ്പെൻഡ് ചെയ്ത് സ്റ്റോർ ചെയ്യണം. അങ്ങനെ ബൈനറി ഫയലിൽ 10 റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ ഈ 10 റെക്കോർഡ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ട റെക്കോർഡ്സ് ഉണ്ടാവും, ഇല്ലാത്ത റെക്കോർഡ്സ് ഉണ്ടാവും. ഈ എല്ലാ റെക്കോർഡ്സ് കൊണ്ടുപോയി ഈ ഫസ്റ്റ് സ്റ്റെപ്പ് അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? മെയിൻ ലിസ്റ്റ് വേരിയബിളിന്റെ ഉള്ളിലേക്ക് സബ് ലിസ്റ്റുകളായി റെക്കോർഡുകളായിട്ട് സ്റ്റോർ ചെയ്ത് അപ്പെൻഡ് ചെയ്ത് വെക്കും. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുന്നു? വീണ്ടും അതേ ബൈനറി ഫയൽ റൈറ്റ് മോഡിൽ തുറന്ന് ഓക്കെ, ഈ മെയിൻ ലിസ്റ്റിന്റെ ഉള്ളിൽ 10 റെക്കോർഡ്സ് ഉണ്ടാവും കേട്ടോ. അതിൽ അപ്ഡേറ്റ് ചെയ്തപ്പെട്ട റെക്കോർഡ്സ് ഉണ്ടാവും, അല്ലാത്ത റെക്കോർഡ്സ് ഉണ്ടാവും. വീണ്ടും ബൈനറി ഫയൽ റൈറ്റ് മോഡിൽ തുറക്കുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഓവർ റൈറ്റിംഗ് മോഡാണ്. അപ്പോൾ ഈ മെയിൻ ലിസ്റ്റിന്റെ ഉള്ളിലുള്ള ഓരോ റെക്കോർഡ് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈനറി ഫയലിലേക്ക് റൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദീസ് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഫോർ അപ്ഡേറ്റ് ഓപ്പറേഷൻ.
ആദ്യം നമ്മൾ പിക്കൽ മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ആദ്യം ബൈനറി ഫയലിനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇഫ് ഇറ്റ് ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇറ്റ് വിൽ ബി ഓപ്പൺ ഇൻ ഓവർ റൈറ്റിംഗ് മോഡ്. അതിലേക്ക് n നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് എംപ്ലോയി റെക്കോർഡ്സ് റൈറ്റ് ചെയ്യണം. ഓരോ എംപ്ലോയി റെക്കോർഡിന്റെ ഭാഗമായിട്ട് നമ്മൾ എത്ര ഇൻഫർമേഷൻസ് ആണ് ഗ്യാദർ ചെയ്യുന്നത്? ഓരോ എംപ്ലോയിയുടെ 4 എലിമെന്റൽ വാല്യൂസ് ആണ് ഗ്യാദർ ചെയ്യുന്നത്. എംപ്ലോയി ഐ ഡി ഇസ് ദ ഫസ്റ്റ് എലിമെന്റൽ വാല്യൂ, എംപ്ലോയി നെയിം, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സാലറി. ആസ് യൂഷ്വൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? n നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് റെക്കോർഡ്സ് വൺ ആഫ്റ്റർ അനദർ ബൈനറി ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. സോ ഫോർ ലൂപ്പിന്റെ ബോഡിയിൽ ഓരോ റെക്കോർഡിൽ എത്ര എലിമെന്റൽ വാല്യൂസ് ഉണ്ടാവണം? 4 എലിമെന്റൽ വാല്യൂസ് ഉണ്ടാവേണ്ടതിനാൽ 4 ഇൻപുട്ട് വാല്യൂസ് യൂസറിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്ത് 4 വേരിയബിൾസിലേക്ക് എത്തിച്ച് ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദി ഫോർ ലൂപ്പ് എന്താണ്? അതിനൊരു ലിസ്റ്റ് ഫോർമാറ്റിൽ ഒരു ഇൻഡിപെൻഡന്റ് റെക്കോർഡായിട്ട് റെക്കോർഡ് വേരിയബിളിലേക്ക് എത്തിച്ച് ആ ഇൻഡിപെൻഡന്റ് റെക്കോർഡ് ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദി ഫോർ ലൂപ്പ് എന്താണ്? കൈയോടെ കൊണ്ടുപോയി നമ്മൾ ഡംപ് ഫംഗ്ഷന്റെ സഹായത്താൽ ബൈനറി ഫയലിലേക്ക് ഇൻഡിപെൻഡന്റ് റെക്കോർഡായിട്ട് റൈറ്റ് ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഫംഗ്ഷൻ? അപ്ഡേറ്റ് സാലറി ഫംഗ്ഷൻ ആണ്. സോ ആ ബൈനറി ഫയലിൻ്റെ ഉള്ളിലുള്ള 10 റെക്കോർഡ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല. ഏത് റെക്കോർഡ്സാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? സാലറി, ദോസ് എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് ഇൻ IT ഡിപ്പാർട്ട്മെന്റ്. സോ ഓരോ റെക്കോർഡിൽ ഡിപ്പാർട്ട്മെന്റൽ വാല്യൂ ആദ്യം നമ്മൾ വെരിഫൈ ചെയ്യണം. അത് IT ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ മാത്രം ആ റെക്കോർഡിന്റെ സാലറി പുതിയ വാല്യൂ ആയ 1 lakh കൊണ്ട് എക്സിസ്റ്റിംഗ് വാല്യൂവിനെ ഓവർ റൈറ്റ് ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് നമ്മൾ ഒരു മെയിൻ ലിസ്റ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ദെൻ ബൈനറി ഫയലിന് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ, റീഡ് മോഡിൽ തുറക്കുന്നു. ട്രൈ ബ്ലോക്ക്, വൈൽ ട്രൂ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. ദെൻ റെക്കോർഡ് ബൈ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് വേരിയബിളിലേക്ക് റീഡ് ചെയ്യുന്നു. സോ എക്സിലേക്ക് എത്തുന്ന കറണ്ട് റെക്കോർഡിന്റെ 3rd എലിമെന്റൽ വാല്യൂ ആണ് ഡിപ്പാർട്ട്മെന്റൽ വാല്യൂ. അതിൻ്റെ അപ്പർ കേസ് IT ഈക്വൽ ആണെങ്കിൽ ഈ റെക്കോർഡിന്റെ ഡിപ്പാർട്ട്മെന്റൽ വാല്യൂ IT ആയതിനാൽ ഇതിന്റെ സാലറി വാല്യൂ എന്ത് ചെയ്യണം? പഴയ വാല്യൂവിന് പുതിയ വാല്യൂ കൊണ്ട് നമ്മളിപ്പോൾ ഓവർ റൈറ്റ് ചെയ്ത ശേഷം അതിന് കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യണം? L എന്ന് പറയുന്ന ലിസ്റ്റ് വേരിയബിളിലേക്ക്, L എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് ഈ റെക്കോർഡ് അപ്പെൻഡ് ചെയ്യണ്ടേ? സോ ഇതിന്റെ അർത്ഥം എന്താണ്? ഈ കോഡിന്റെ അർത്ഥം എന്താണ്? ബൈനറി ഫയൽ റീഡ് മോഡിൽ തുറന്ന് ഓരോ റെക്കോർഡ് റീഡ് ചെയ്യുന്നു. അപ്ഡേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അതിന്റെ എക്സിസ്റ്റിംഗ് സാലറി വാല്യൂ പുതിയ വാല്യൂ കൊണ്ട് ഓവർ റൈറ്റ് ചെയ്യുന്നു. കൈയോടെ ആ റെക്കോർഡ് കൊണ്ടുപോയി മെയിൻ ലിസ്റ്റ് വേരിയബിളിലേക്ക് അപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ മെയിൻ ലിസ്റ്റിലേക്ക് ബൈനറി ഫയലിന്റെ ഉള്ളിലുള്ള എല്ലാ റെക്കോർഡ്സും വൺ ആഫ്റ്റർ അനദർ അതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടാവും, ചെയ്യാൻ പാടില്ലാത്തതുണ്ടാവും. എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? മെയിൻ ലിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റെപ്പ് 2. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതേ ബൈനറി ഫയലിന് റൈറ്റ് മോഡിൽ തുറക്കുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയതുകൊണ്ട് ഇറ്റ്സ് ഓൾഡ് കണ്ടന്റ്സ് വിൽ ഗെറ്റ് ഓവർ റിട്ടൺ ബൈ ദ ന്യൂ കണ്ടന്റ്സ്. വീണ്ടും ആ L എന്ന് പറയുന്ന മെയിൻ ലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ബൈ റെക്കോർഡ് ട്രാവൽ ചെയ്ത് ആ റെക്കോർഡ് ഇൻഡിപെൻഡന്റ് ആയിട്ട് കൊണ്ടുപോയി ബൈനറി ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. സോ അപ്ഡേറ്റ് ഓപ്പറേഷൻ ഇസ് ഡൺ. അതിന്റെ പ്രൂഫ് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേ കാണിക്കേണ്ടേ? പണ്ടത്തെ ഇതിലെ ഇപ്പോഴത്തെ ഇതിലെ വേരിയേഷൻസ് എന്താണ്? പണ്ട് IT ഡിപ്പാർട്ട്മെന്റിന്റെ സാലറി എന്തെങ്കിലും പഴയ വാല്യൂ ആണെങ്കിൽ ഇപ്പോഴത്തെ IT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആ എല്ലാ റെക്കോർഡ്സിന്റെ സാലറി പുതിയ വാല്യൂ കൊണ്ട് ഓവർ റൈറ്റ് ആയിന്ന് പ്രൂഫ് കാണിക്കാൻ വേണ്ടി ഡിസ്പ്ലേ കാണിക്കേണ്ടേ? സോ ബൈനറി ഫയൽ റീഡ് മോഡിൽ തുറക്കുന്നു, ട്രൈ ബ്ലോക്ക് ഉപയോഗിക്കുന്നു. അങ്ങനെ റെക്കോർഡ് ബൈ റെക്കോർഡ് ഔട്ട്പുട്ട് ആയിട്ട് ഡയറക്ട്ലി പ്രിന്റ് ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ടാണ് പിക്കിൾ ഡോട്ട് ലോഡ് ഫംഗ്ഷൻ ലോഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ് ആയിട്ട് അയക്കുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വേരിയബിളിലേക്ക് ക്യാപ്ചർ ചെയ്ത് ആ വേരിയബിളാണ് ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കാറ്. പക്ഷേ ഇപ്പോൾ ഡയറക്ട്ലി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിന്റ് ഫംഗ്ഷന്റെ ഉള്ളിൽ തന്നെ പിക്കിൾ ഡോട്ട് ലോഡ് എന്ന് പറയുമ്പോൾ ആ ലോഡ് ഫംഗ്ഷൻ ഓരോ റെക്കോർഡ് റീഡ് ചെയ്യുന്നു. എവിടേക്ക് റീഡ് ചെയ്യുന്നു? പ്രിന്റ് ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് ആർഗ്യുമെന്റ് ആയിട്ട് അയക്കുമ്പോൾ അത് ഔട്ട്പുട്ട് ആയിട്ട് കാണിച്ചു കൊടുക്കും. സോ ഡിസ്പ്ലേ കാണിച്ചു. ആൻഡ് മെയിൻ ബ്ലോക്കിൽ ആദ്യം വിളിക്കേണ്ട ഫംഗ്ഷൻ ഏതാണ്? ആഡ് എംപ്ലോയീസ് ടു ആഡ് n നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻഡിപെൻഡന്റ്ലി ഇൻ ദ ബൈനറി ഫയൽ. രണ്ടാമത്തത് അപ്ഡേറ്റ് ഓപ്പറേഷൻ നടത്താൻ. മൂന്നാമത്തത് പ്രൂഫായിട്ട് ഔട്ട്പുട്ട് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ. സോ നെക്സ്റ്റ് പ്രോഗ്രാം എന്താണ്? ഇതൊരു CSV ഫയൽ പ്രോഗ്രാം ആണ്. ഇതിലെ ലിസ്റ്റ് ഫോർമാറ്റിൽ തന്നെ ഇൻഡിപെൻഡന്റ്ലി വൺ ആഫ്റ്റർ അനദർ നമ്മളിപ്പോൾ റെക്കോർഡിന് വിളിക്കുന്നില്ല. CSV ഫയൽ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഓരോ ഇൻഡിപെൻഡന്റ് റെക്കോർഡിന് വേണമെങ്കിൽ നമുക്ക് റോ എന്ന് വിളിക്കാം. മെയിൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ CSV ഫയലിന്റെ പേരെന്തായിരിക്കണം? book.csv ആണ്. പിന്നെ അതിന്റെ ഉള്ളിൽ ഓരോ റെക്കോർഡിൽ ഓരോ റോയിൽ എത്ര എലിമെന്റൽ വാല്യൂസ് ഉണ്ടാവും? 3 എലിമെന്റൽ വാല്യൂസ് ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ. ദെൻ എന്താണ് ഈ ചോദ്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്? റൈറ്റിംഗ് ഓപ്പറേഷൻ. ഒറ്റ റെക്കോർഡ് വേണമെങ്കിൽ CSV ഫയലിനെ റൈറ്റ് മോഡിൽ തുറന്ന് ഒറ്റ റെക്കോർഡ് ചോദ്യം അനുസരിച്ചുണ്ടാവും കേട്ടോ. ഒരു റെക്കോർഡ് മാത്രം റൈറ്റ് ചെയ്യാനുള്ള ചോദ്യമാണെങ്കിൽ ഒരു റെക്കോർഡ് മാത്രമേ ലിസ്റ്റ് ഫോർമാറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്ന കോഡ് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കാം ആസ് എൻ ആൻസർ. അല്ലെങ്കിൽ n നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് റോസും വൺ ആഫ്റ്റർ അനദർ
റൈറ്റ് റോ ഫംഗ്ഷന്റെ സഹായത്താൽ റൈറ്റ് ചെയ്യുന്ന കോഡ് എങ്ങനെയാണെങ്കിലും n നമ്പർ ഓഫ് റെക്കോർഡ്സിന്റെ കോഡാകാം, അല്ലെങ്കിൽ സിംഗിൾ റെക്കോർഡ് മാത്രം റൈറ്റ് ചെയ്യുന്ന കോഡാകാം. ഇറ്റ്സ് ഓക്കെ. എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ. അവരിപ്പോൾ ഗ്രൂപ്പ് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് റെക്കോർഡ്സ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു, ഓരോ റോ ജനറേറ്റ് ചെയ്യുന്നു, കൈയോടെ കൊണ്ടുപോയി ഇൻഡിപെൻഡന്റ് റെക്കോർഡായിട്ട് CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. സോ ആദ്യം ആഡ് ബുക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷന്റെ ബോഡി എന്താണ്? ബുക്ക് ഡോട്ട് CSV എന്ന് പറയുന്ന ഫയലിന് റൈറ്റ് മോഡിൽ തുറക്കുന്നു. ന്യൂ ലൈൻ ഈക്വൽ ടു സിംഗിൾ കോട്ട്സ് വിത്തൗട്ട് സ്പേസ്. ഇതിന്റെ യൂസേജിൽ നിന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഹൗ മെനി ബുക്ക് റെക്കോർഡ്സ് ഡു യു വാണ്ട് ടു റൈറ്റ്. പിന്നെ റൈറ്റർ ഫംഗ്ഷൻ വിളിക്കുന്നു, ആ റിഫറൻസസ് ഒക്കെ C വേരിയബിളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. പിന്നെ C വേരിയബിളിന്റെ സഹായത്താൽ റൈറ്റ് റോ ഫംഗ്ഷൻ വിളിച്ചുകൊണ്ട് ആദ്യം CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ട റോ എന്തായിരിക്കണം? ഹെഡിങ് റോ വിത്ത് 3 എലിമെന്റ്സ്. ഓരോ റെക്കോർഡിൽ 3 എലിമെന്റ്സ് ഉള്ളത് കൊണ്ട് 3 ഹെഡിങ്സ് ഉള്ള ഒരു റോ, ഹെഡിങ് റോ ആയിട്ട് നമ്മൾ CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്തു. ഫോർ ലൂപ്പിന്റെ ഓരോ ഇറ്ററേഷനിൽ ഓരോ CSV റോ ജനറേറ്റ് ചെയ്യുന്നു. ആ ഓരോ ഇൻഡിപെൻഡന്റ് റോ L വേരിയബിളിലേക്ക് എത്തിച്ച് അത് കൊണ്ടുപോയി ഇൻഡിപെൻഡന്റ് റോ ആയിട്ട് CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. മെയിൻ ബ്ലോക്കിൽ ആ ഫംഗ്ഷൻ വിളിക്കുന്നു. സോ തേർഡ് പ്രോഗ്രാം ഇസ് ആൾസോ ഫിനിഷ്ഡ്. നെക്സ്റ്റ് പ്രോഗ്രാം എന്താണ്? ഇതൊരു പെരിഫറൽ ഡോട്ട് CSV എന്ന് പറയുന്ന ഒരു CSV ഫയലിന്റെ ഉള്ളിലേക്ക് റൈറ്റ് ചെയ്യുന്ന ഓരോ റെക്കോർഡ് ഓരോ പെരിഫറൽ ഡിവൈസിന്റെ ഇൻഫർമേഷൻ ഉള്ള ഇൻഡിപെൻഡന്റ് റെക്കോർഡ്സ് ആണ്. ഓരോ പെരിഫറൽ റെക്കോർഡിൽ എത്ര എലിമെന്റൽ വാല്യൂസ് ഉണ്ടാവും? 3 എലിമെന്റൽ വാല്യൂസ് ഉണ്ടാവും. PID, PName ആൻഡ് പ്രൈസ്. ഓക്കെ. ദെൻ PID ഇൻറ്റിജർ ഫോർമാറ്റ് ആണ്, PName സ്ട്രിംഗ് ആണ്, പ്രൈസ് എന്ന് പറയുന്നതും ഇൻറ്റിജർ ഫോർമാറ്റ്. ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ ചോദ്യം എന്താ ചോദിക്കുന്നത്? ഒറ്റ യൂസർ ഡിഫൈൻ ഫംഗ്ഷന്റെ ബോഡി മാത്രം നമുക്ക് ഡിഫൈൻ ചെയ്താൽ മതി. ടു കൗണ്ട് ആൻഡ് ഡിസ്പ്ലേ നമ്പർ ഓഫ് പെരിഫറൽ ഡിവൈസസ് ഹൂസ് പ്രൈസ് ഇസ് ലെസ് ദാൻ 1000. ഏത് റെക്കോർഡിന്റെ CSV ഫയലിൽ സ്റ്റോർ ചെയ്ത ആ n നമ്പർ ഓഫ് റെക്കോർഡ്സിലെ ഏത് റെക്കോർഡിന്റെ പ്രൈസ് വാല്യൂ ലെസ് ദാൻ 1000 ആകുന്നോ ആ റെക്കോർഡ്സ് കൗണ്ട് ചെയ്യണം. എത്ര എണ്ണം ഉണ്ട് അങ്ങനെ ആ ക്വാളിഫിക്കേഷനുള്ള എത്ര റെക്കോർഡ്സ് ഉണ്ട് അത് കൗണ്ട് ചെയ്യണം. മാത്രമല്ല അതിന് ഔട്ട്പുട്ട് ആയിട്ട് കാണിച്ചു കൊടുക്കണം. ഇറ്റ്സ് ഓക്കെ. ഞാൻ മുഴുവൻ പ്രോഗ്രാം ചെയ്യുന്ന ആളെന്ന് നിങ്ങൾക്ക് അറിയാമായതുകൊണ്ട് ആദ്യം ഞാൻ ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആഡ് പെരിഫറൽ. ആ നെയിം തന്നെ നിങ്ങൾക്ക് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഞാൻ CSV പെരിഫറൽ ഡോട്ട് CSV എന്ന് പറയുന്ന ഫയലിനെ റൈറ്റ് മോഡിൽ തുറന്ന് തേർഡ് ആർഗ്യുമെന്റ് ന്യൂ ലൈൻ ഈക്വൽ ടു സിംഗിൾ കോട്ട്സ് വിത്തൗട്ട് സ്പേസ് നിങ്ങൾക്കറിയാം. ദെൻ അത് കഴിഞ്ഞിട്ട് യൂസറിനോട് ചോദിക്കുന്നു ഹൗ മെനി പെരിഫറൽ റെക്കോർഡ്സ് ഡു യു വാണ്ട് ടു റൈറ്റ് ഇൻ ടു ദ CSV ഫയൽ. പിന്നെ റൈറ്റർ ഫംഗ്ഷൻ തുടക്കത്തിൽ ഒരു പ്രാവശ്യം മാത്രം വിളിക്കാൻ പാടുള്ളൂ. ആ റിഫറൻസസ് ഒക്കെ C വേരിയബിളിലേക്ക് എത്തിച്ചു. ആ വേരിയബിളിന്റെ സഹായത്താൽ റൈറ്റ് റോ ഫംഗ്ഷൻ വിളിച്ച് ആദ്യത്തെ റോ എപ്പോഴും CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നത് ഹെഡിങ് റോ ആണ്. ഇവിടെ ഓരോ റോയിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാവും? 3 എലിമെന്റ്സ് ഉള്ളതിനാൽ ദാറ്റ് ഹെഡിങ് റോ ഹാസ് ടു കണ്ടെയ്ൻ 3 ഹെഡിങ്സ്. ദെൻ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു. ഓരോ റോ ജനറേറ്റ് ചെയ്യുന്ന ഓഫ് പെരിഫറൽ ഓരോ പെരിഫറൽ ഡിവൈസിന്റെ റോ ജനറേറ്റ് ചെയ്ത് ലിസ്റ്റ് ഫോർമാറ്റിൽ അത് കൈയോടെ കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യുന്നു? CSV ഫയലിലേക്ക് ഇൻഡിപെൻഡന്റ് റെക്കോർഡായിട്ട് റൈറ്റ് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് കൗണ്ട് ഡിവൈസ്. ഇപ്പോൾ വീണ്ടും CSV ഫയലിന് ഏത് മോഡിൽ തുറക്കണം? റീഡ് മോഡിൽ തുറന്ന് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ റോസും ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ പാടില്ല. ഓൺലി ദോസ് റോസ് ഹൂസ് തേർഡ് എലിമെന്റൽ വാല്യൂ ആയ പ്രൈസ് ലെസ് ദാൻ 1000 ആകുന്നോ ആ റോസ് മാത്രം ഔട്ട്പുട്ടായിട്ട് കാണിച്ചുകൊണ്ട് അതിനെ കൗണ്ട് ചെയ്യണം. സോ വീണ്ടും അതേ ഫയൽ റീഡ് മോഡിൽ തുറന്നു. ദെൻ റീഡർ ഫംഗ്ഷൻ ഒരു പ്രാവശ്യം മാത്രമേ തുടക്കത്തിൽ വിളിച്ചാൽ മതി. ഫുൾ റോസ് സിയിലേക്ക് എത്തി. അപ്പോൾ സിയിലേക്ക് എത്തിയ ആ ലിസ്റ്റ് ഓഫ് റോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് റോ സ്കിപ്പ് ചെയ്യുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ ലിസ്റ്റിന്റെ ഉള്ളിൽ ഫസ്റ്റ് റോ എന്താണ്? CSV ഫയലിന്റെ ഫസ്റ്റ് റോ ഹെഡിങ് റോ അല്ലേ? അത് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എവിടെ തൊട്ട് ട്രാവൽ ചെയ്യും? ആ ലിസ്റ്റിന്റെ ഉള്ളിലുള്ള സെക്കൻഡ് റോ തൊട്ട് ഇൻഫർമേഷൻ റോ തൊട്ട് നമ്മൾ ട്രാവൽ ചെയ്യും. ഫസ്റ്റ് ഇറ്ററേഷൻ ഫോർ ലൂപ്പിന്റെ കൗണ്ടർ വേരിയബിൾ അതിലേക്ക് എന്തെത്തും? സെക്കൻഡ് റോ എത്തി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷൻ റോ അതിന്റെ തേർഡ് എലിമെന്റൽ വാല്യൂ നമുക്ക് അറിയാം. CSV ഫയലിൽ റീഡ് ചെയ്യുന്ന സമയത്ത് ആ റോയിലുള്ള എല്ലാ എലിമെന്റ്സും ഏത് ഫോർമാറ്റിൽ കാണപ്പെടും? സ്ട്രിംഗ് ഫോർമാറ്റിലായതുകൊണ്ട് ഇപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് സ്ട്രിംഗ് ആയിട്ടല്ലല്ലോ, ഇൻറ്റിജർ ഫോർമാറ്റിലല്ലേ റൈറ്റ് ചെയ്തത്. അതിന് ഇൻറ്റിജർ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, പ്രൈസ് വേരിയബിളിലേക്ക് എത്തിക്കുന്നു. ആ വാല്യൂ ലെസ് ദാൻ 1000 ആണെങ്കിൽ ഇതാ കൗണ്ട് ചെയ്യുന്നു. അയ്യോ ഡിസ്പ്ലേ കാണിക്കുന്നില്ലല്ലോ. ഡിസ്പ്ലേയും കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിന്റ് ആ കറണ്ട് റോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത റോ ഏത് വേരിയബിളിന്റെ ഉള്ളിലാണുള്ളത്? ഐ വേരിയബിളിന്റെ ഉള്ളിലുണ്ട്. സോ കൗണ്ടും ചെയ്യുന്നു, ഔട്ട്പുട്ടായിട്ട് കാണിച്ചും കൊടുക്കുന്നു കേട്ടോ. സോ രണ്ട് ഫംഗ്ഷൻസും മെയിൻ ബ്ലോക്കിന്റെ ഉള്ളിൽ വൺ ആഫ്റ്റർ അനദർ സീക്വൻഷ്യലി വിളിച്ചാൽ മതി. ആദ്യം ആഡ് പെരിഫറൽ ഫസ്റ്റ് റൈറ്റിംഗ് ഓപ്പറേഷനല്ലേ നടത്തേണ്ടത്. റൈറ്റ് ചെയ്യാതെ നമുക്ക് റീഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലല്ലോ. ആ ഒരു എന്ത് പറയാം, ആ ഒരു സാഹചര്യം, ആ ഒരു ചാൻസ് നമുക്ക് ഉണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ. സോ നെക്സ്റ്റ് പ്രോഗ്രാം എന്താണ്?
p_record.csv എന്ന് പറയുന്ന ഫയലിന്റെ ഉള്ളിൽ ഓരോരോ ഇൻഡിപെൻഡന്റ് റോയിൽ എത്ര എലിമെന്റൽ വാല്യൂസ് ഉണ്ടാവും? പേഷ്യന്റിന്റെ 4 എലിമെന്റൽ വാല്യൂസ് ഉണ്ടാവും. നെയിം ഓഫ് ദി പേഷ്യന്റ്, ആളുടെ ഡിസീസ്, നമ്പർ ഓഫ് ഡേയ്സ്, എത്ര ഡേയ്സ് ആയി അഡ്മിറ്റ് ആയിട്ടും, പിന്നെ എമൗണ്ട്, how much is paying as a hospital charge. For example, ഓരോ റോയിൽ ഫസ്റ്റ് എലിമെന്റൽ വാല്യൂ നെയിം ആണെങ്കിൽ സെക്കൻഡ് എലിമെന്റൽ വാല്യൂ ഉണ്ട് അസുഖത്തിന്റെ പേരാണ്, തേർഡ് എലിമെന്റൽ വാല്യൂ നമ്പർ ഓഫ് ഡേയ്സ് ഈ ഗോട്ട് അഡ്മിറ്റഡ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെൻസസ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം ചോദിക്കുന്നത് ഒറ്റ ഫംഗ്ഷൻ മതി, റീഡ് ഡേറ്റ വിച്ച് റീഡ്സ് ഓൾ ദ ഡേറ്റ. ഇത് എന്ത് ചെയ്യണം? CSV ഫയൽ റീഡ് മോഡിൽ തുറന്ന് എല്ലാ റോസും ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കാൻ പാടില്ല. ഓൺലി ദോസ് പേഷ്യന്റ് റോസ് ഹൂസ് third elemental value, not third elemental value, second elemental value പേര് എന്താണ്? ഡിസീസ് അല്ലേ? ഡിസീസ് ക്യാൻസർ പേഷ്യന്റ് ആയ റോസ് മാത്രം. വേർ സെക്കൻഡ് എലിമെന്റൽ വാല്യൂ ഓഫ് ദ പെർട്ടിക്കുലർ റോ ഏത് അസുഖമായിരിക്കണം? ക്യാൻസർ അസുഖമുള്ളവർ മാത്രമേ ആ ഡിസീസ് ക്യാൻസർ ആയ റോസ് മാച്ച് ആവുന്ന റോസ് മാത്രമേ ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കാൻ പാടുള്ളൂ. ആദ്യം യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ റൈറ്റിംഗ് ഓപ്പറേഷൻ ആണ്. വീണ്ടും പറയുന്ന ഫയൽ റൈറ്റ് മോഡിൽ തുറന്നു. ഹൗ മെനി റെക്കോർഡ്സ് ഡു റൈറ്റ് എന്ന് ചോദിക്കുന്നു. ഒരു പ്രാവശ്യം മാത്രം റൈറ്റർ ഫംഗ്ഷൻ വിളിക്കുന്നു. ഹെഡിംഗ് റോ റൈറ്റ് ചെയ്യുന്നു. ഓരോ റോയിൽ പേഷ്യന്റിന്റെ എത്ര എലിമെന്റ്സ് ഉണ്ടാവും? 4 എലിമെന്റൽ വാല്യൂസ്, 4 ഹെഡിങ്സ് ഉള്ള ഒരു ഹെഡിംഗ് റോ റൈറ്റ് ചെയ്തു. ദെൻ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഓരോ റോ ജനറേറ്റ് ചെയ്യുന്നു. ആ റോ ഏത് വേരിയബിളിന്റെ ഉള്ളിലാണ് ക്യാപ്ചർ ചെയ്യുന്നത്? ജനറേറ്റ് ചെയ്ത ഇൻഡിപെൻഡന്റ് റോ റെക് എന്ന് പറയുന്ന വേരിയബിളിന്റെ ഉള്ളിലാണ്. അതിനെ ഇൻഡിപെൻഡന്റ് റോ ആയിട്ട് കൊണ്ടുപോയി റൈറ്റ് റോ ഫംഗ്ഷന്റെ സഹായത്താൽ CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് ഓക്കെ. Then after that is extra duplicate type statement. Then next user defined function എന്താണ്? read operation ആണ്. read operation ചെയ്യുന്ന സമയത്ത് CSV ഫയലിന്റെ ഉള്ളിലുള്ള എല്ലാ റോസും ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കാൻ പാടില്ല. only those patient rows whose second elemental value happens to be cancer. അപ്പോൾ വീണ്ടും അതേ ഫയൽ റീഡ് മോഡിൽ തുറന്നു റീഡർ ഫംഗ്ഷൻ ഉപയോഗിച്ചു എല്ലാ റോസും ഒക്കെ C എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഡംപ് ചെയ്തു. സോ ഇറ്റ് വിൽ ബിക്കം ലിസ്റ്റ് ഓഫ് റോസ്. ഫസ്റ്റ് റോ സ്കിപ്പ് ചെയ്യുന്നു. ഫൗണ്ട് ഫാൾസ്. കാരണം എന്താണ്? ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഉള്ള റോസ് ആ CSV ഫയലിൽ ഇല്ലെങ്കിൽ സെർച്ച് ഓപ്പറേഷൻ ഫെയിൽ ആയി. അപ്പോൾ സക്സസ് ആയോ ഫെയിൽ ആയോ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഫോർ റോ ഇൻ C എന്ന് പറഞ്ഞാൽ ഓരോ ഇറ്ററേഷനിൽ റോ വേരിയബിളിലേക്ക് എന്തെത്തും? ഫോർ ലൂപ്പിന്റെ കൗണ്ടർ വേരിയബിൾ റോയിലേക്ക് എന്തെത്തും? ഓരോ റോ എത്തും. ആ എത്തിയ റോയിന്റെ സെക്കൻഡ് എലിമെന്റൽ വാല്യൂ ക്യാൻസർ ആണെങ്കിൽ അത് ഔട്ട്പുട്ട് ആയിട്ട് കാണിച്ചു കൊടുത്ത് സക്സസ് ആയതുകൊണ്ട് ഫൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രൂ ആക്കുന്നു. സോ എക്സെപ്റ്റ് EOF എററിന്റെ ബോഡി ആയിട്ട് ഫൗണ്ടിൽ സ്റ്റിൽ ഫാൾസ് ആണെങ്കിൽ എന്ന് പറയുമ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന വാക്ക് മാച്ച് ആവുന്ന ഡിസീസ് ഉള്ള റോസ് കണ്ടെത്താൻ സാധിച്ചില്ല. ദെയർഫോർ തുടക്കത്തിൽ ഫൗണ്ടൻ നമുക്ക് എത്ര ഇനീഷ്യലൈസ് ചെയ്തോ ആ വാല്യൂയിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. സോ സ്റ്റിൽ ഫൗണ്ട് ഹാപ്പൻസ് ടു ബി ഫാൾസ് ഇറ്റ് സെൽഫ്. ഫാൾസ് ആണെങ്കിൽ സെർച്ച് ഓപ്പറേഷൻ ഫെയിൽ എന്നാണ് നമുക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യേണ്ടത് യൂസറിന്. സ്ക്രീൻ സ്റ്റക്കായി റൈറ്റ് നോ ഇറ്റ് ഈസ് ഓക്കെ. സോ മെയിൻ ബ്ലോക്കിന്റെ ഉള്ളിൽ വൺ ആഫ്റ്റർ അനദർ സീക്വൻഷ്യൽ എത്ര ഫംഗ്ഷൻസ് ആണ് വിളിക്കേണ്ടത്? 2 ഫംഗ്ഷൻസ്, റൈറ്റ് പേഷ്യന്റും റീഡ് പേഷ്യന്റും. നെക്സ്റ്റ് നോക്കൂ, sales.csv എന്ന് പറയുന്ന CSV ഫയലിലേക്ക് ഓരോ റോ എത്ര എലിമെന്റൽ വാല്യൂസ് ഉണ്ടാവും? ഓരോ റോയിൽ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഇൻഫർമേഷൻ ഉള്ള ഓരോ റോ ആണ്. ഫസ്റ്റ് എലിമെന്റൽ വാല്യൂ പ്രോഡക്റ്റ് ID, സെക്കൻഡ് എലിമെന്റൽ വാല്യൂ പ്രോഡക്റ്റ് നെയിം, നെക്സ്റ്റ് ക്വാണ്ടിറ്റി സോൾഡ്, നെക്സ്റ്റ് പ്രൈസ് പെർ യൂണിറ്റ്. അപ്പം എന്താണ് ചോദ്യം? രാജ് എന്ന് പറയുന്ന വ്യക്തിനെ എന്ത് ചെയ്യണം? സഹായിക്കണം നമ്മൾ. എങ്ങനെ? to design this function by name calculate total sales. ആ ഫംഗ്ഷന്റെ ബോഡി എന്തായിരിക്കണം? to calculate and return the total sales എന്ന് പറയുമ്പോൾ ഓരോ റോയിൽ ക്വാണ്ടിറ്റി സോൾഡ് എന്ന് പറയുന്ന എലിമെന്റൽ വാല്യൂനെ പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ കിട്ടുന്ന ഓരോ റോയുടെ കിട്ടുന്നത് കൊണ്ടുപോയി ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്ന പുതിയൊരു വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടി വെക്കണം. ഓരോ റോയിൽ ഈ ലാസ്റ്റ് 2 എലിമെന്റൽ വാല്യൂസ് ആയ ക്വാണ്ടിറ്റി സോൾഡും പ്രൈസ് പെർ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ കൊണ്ടുപോയി നമ്മൾ പുതിയ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് റോയുടെ ഈ മെയിൻ വാല്യൂ കൊണ്ടുപോയി കൂട്ടി സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ 10 റോസ് ആണെങ്കിൽ 10 റോസിന്റെ ഓരോ റോയിൽ ഈ 2 എലിമെന്റൽ വാല്യൂസിന്റെ മൾട്ടിപ്ലിക്കേഷൻ വാല്യൂസ് എന്തായി നമുക്കൊരു ആൻസർ കിട്ടും. അങ്ങനെ 10 റോസിന്റെ ആ ആൻസർസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്ത് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഈ വേരിയബിൾ ടോട്ടൽ അണ്ടർസ്കോർ സെയിൽസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ക്യാപ്ചർ ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാവും. കോഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ്. ഡോണ്ട് വറി. CSV ഫയൽ CSV മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ദെൻ ഇതിൽ ഞാനിപ്പോൾ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ആ CSV ഫയലിലേക്ക് നമ്പർ ഓഫ് റോസ് റൈറ്റ് ചെയ്യുന്ന ആഡിങ് റെക്കോർഡ്സ് ഇൻഡിപെൻഡൻ്റ്ലി വൺ ആഫ്റ്റർ അനദർ ആ കോഡൊന്നും ഞാൻ ചെയ്തിട്ടില്ല. റീസൺ എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തൊട്ട് മുൻപിൽ ഡിസ്കസ് ചെയ്ത 5 പ്രോഗ്രാംസിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫയല് റൈറ്റ് മോഡിൽ തുറന്ന് അതിലേക്ക് നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് റൈറ്റ് ചെയ്യുന്ന
കോഡല്ലേ ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അത് ആൾറെഡി നിങ്ങൾ യൂസ്ഡ് ആയി. അതുകൊണ്ട് ഡയറക്റ്റ് ഇപ്പോൾ ചോദ്യത്തിലേക്ക് ഞാൻ ഇറങ്ങുന്നു. ചോദ്യത്തിൽ ആക്ച്വലി ഈ ഫംഗ്ഷൻ മാത്രമെയാണ് ഡിഫൈൻ ചെയ്യാൻ അവർ ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ടോട്ടൽ സെയിൽസ് ഇസ് ദ നെയിം ഓഫ് ദി യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. ഇതാ ടോട്ടൽ അണ്ടർസ്കോർ സെയിൽസ് എന്ന് പറയുന്ന വേരിയബിളിനെ 0ക്ക് ഇനീഷ്യലൈസ് ചെയ്തു. ട്രൈ ബ്ലോക്കിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? CSV ഫയലിനെ റീഡ് മോഡിൽ തുറക്കുന്നു. ഇവിടെ മോഡ് ഈക്വൽ ടു ഇതല്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി. റീഡ് മോഡിൽ തുറക്കുന്നു. ഈ റിഫറൻസസ് ഒക്കെ ഫയൽ വേരിയബിളിലേക്ക് എത്തിച്ചു. റീഡർ ഫംഗ്ഷൻ വിളിച്ചു. ഫുൾ റോസ് ഒക്കെ C വേരിയബിളിലേക്ക് എത്തിച്ചു. ഫസ്റ്റ് ഹെഡിംഗ് റോ സ്കിപ്പ് ചെയ്തു. നെക്സ്റ്റ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു. സെക്കൻഡ് റോ ഓൺവേർഡ്സ് ട്രാവൽ ചെയ്യുന്നു. സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ഇൻഫർമേഷൻ റോ ആണ് അതിലേക്ക് എത്തിയത്. അതിൻ്റെ തേർഡ് എലിമെന്റൽ വാല്യൂ എന്താണ്? ക്വാണ്ടിറ്റി സോൾഡ്. അതിനെ നമ്മൾ ഇന്റിജർ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് QS വേരിയബിളിലേക്ക് എത്തിക്കുന്നു. ഫോർത്ത് എലിമെന്റൽ വാല്യൂ എന്താണ്? പ്രൈസ് പെർ യൂണിറ്റ് ആണ്. അത് PPU വേരിയബിളിലേക്ക് എത്തിക്കുന്നു. ഇവിടെ ആ വേരിയബിൾസിന്റെ പേര് തെറ്റായിട്ട് ടൈപ്പ് ചെയ്തു. ആക്ച്വലി ക്വാണ്ടിറ്റി ഓഫ് ദറ്റ് പെർട്ടിക്കുലർ റോ ഏത് വേരിയബിളിലേക്കാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്? QS വേരിയബിളിലേക്കല്ലേ. ദെൻ പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്ന വാല്യൂ ഫ്ലോട്ട് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് ഏത് വേരിയബിളിലേക്ക് എത്തിക്കണം? PPU വേരിയബിളിലേക്കാണ് എത്തിക്കേണ്ടത്. ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ആ ഫസ്റ്റ് റോയിൻ്റെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ആ കിട്ടുന്ന വാല്യൂ നമ്മൾ എവിടെ ഗ്യാദർ ചെയ്ത് വെക്കുന്നു? ടോട്ടൽ അണ്ടർസ്കോർ സെയിൽസിന്റെ ഉള്ളിലേക്ക് കൂട്ടി വെക്കുന്നു. വാട്ട് ഇസ് ദ ഷോർട്ട് കട്ട് ഫോം ഓഫ് x പ്ലസ് ഈക്വൽ ടു 1? ഡു യു റിമെമ്പർ? വാട്ട് ഇസ് ദ ഷോർട്ട് കട്ട് ഫോം ഓഫ്, ഫോർ എക്സാമ്പിൾ, വാട്ട് ഇസ് ദ ഷോർട്ട് കട്ട് ഫോം ഓഫ് x പ്ലസ് ഈക്വൽ ടു 1? അതിൻ്റെ ഫുൾ എക്സ്പാൻഷൻ x ഈക്വൽ ടു x പ്ലസ് 1. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ഓക്കെ. ഈ പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആട്ടോ. അത് അടുത്ത് എപ്പോഴെങ്കിലും റിവിഷൻ ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങൾ ബേസിക്സ് ഒക്കെ ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. അങ്ങനെ എല്ലാ റോസിന്റെ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ PPU വാല്യൂനെ എവിടെ ടോട്ടൽ ചെയ്ത് വെക്കുന്നു? നമ്മൾ ടോട്ടൽ അണ്ടർസ്കോർ സെയിൽസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ടോട്ടൽ ചെയ്ത് വെച്ച് അവസാനം ഈ ഫംഗ്ഷന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആ വാല്യൂ മെയിൻ ബ്ലോക്കിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. ഇവിടെയല്ലേ ആ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്നത്? മെയിൻ ബ്ലോക്കിൽ വിളിക്കുന്നത് ഇവിടെയല്ലേ? ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ഹെഡിങ് മെയിൻ ബ്ലോക്ക് എന്ന് വെക്കാം, കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി. ഫംഗ്ഷൻ വിളിക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് ആ ഫംഗ്ഷന്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്? അത് ആൻസർ തന്നെ ഔട്ട്പുട്ട് ആയിട്ട് കാണിച്ചു കൊടുക്കുന്നില്ല. ആ ആൻസറിനെ എവിടെയാണോ, മെയിൻ ബ്ലോക്കിലാണല്ലോ ഈ ഫംഗ്ഷൻ വിളിച്ചത്, ആ വിളിച്ച സ്ഥലത്തേക്ക് ആ ഫൈനൽ ടോട്ടൽ സെയിൽസ് വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടേക്ക് റിട്ടേൺ ആവും. ഇവിടെയല്ലേ ഫംഗ്ഷൻ വിളിക്കുന്നത്? ദിസ് ഇൻവോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ഗെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ വാല്യൂ റിട്ടേൺഡ്. ആ വാല്യൂ ഏത് വേരിയബിളിലേക്ക് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു? ടോട്ടൽ അണ്ടർസ്കോർ, അല്ലെങ്കിൽ ഈ വേരിയബിളിന്റെ പേര് കുറച്ചുകൂടെ കട്ട് ഷോർട്ട് ആക്കാം, TS വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപ്ചർ ചെയ്യുന്നു മെയിൻ ബ്ലോക്കിൽ. അത് ഔട്ട്പുട്ട് ആയിട്ട് കാണിച്ചു കൊടുത്തു. അതല്ലേ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ ദിസ് ഡേ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗായ്സ്. ബൈ.